ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരത്തിലിരിക്കുകയാണ് ആശാവർക്കർമാർ. 50-ലേറെ ദിവസമായി വെയിലും മഴയൊക്കെ കൊണ്ട് ആ സെക്രട്ടേറിയറ്റിന് മുൻപിൽ അവർ ഇരിക്കുവാൻ തുടങ്ങിയിട്ട് സർക്കാർ അവർക്കെതിരെ മുഖം തിരിച്ചു നടക്കുമ്പോഴെല്ലാം അത് രണ്ട് തരത്തിലാണ് കോൺഗ്രസിന് ഗുണകരമായി മാറുന്നത്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് അത് വലിയൊരു ആയുധമായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. കൂടാതെ ഇപ്പോൾ കോൺഗ്രസ് ആശാവർക്കർമാർക്ക് നൽകുന്ന ഒരു പിന്തുണ, അവരുടെ എല്ലാ കാര്യങ്ങളിലും സർക്കാരിനെതിരായി ശബ്ദം ഉയർത്തുന്ന ഒരു രീതി, സഭയ്ക്കുള്ളിലും പുറത്തുമായി സർക്കാരിനെതിരായി രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തുന്ന ഒരു ശൈലി, അവയെല്ലാം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും സാധാരണക്കാരായ ജനങ്ങളുമായി വളരെ അടുത്ത് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ആശാപ്രവർത്തകരെ സംബന്ധിച്ച വലിയ ഗുണകരമായി മാറും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരപ്പന്തലിട്ടപ്പോൾ അത് പൊളിച്ചു മാറ്റിയും അവരെ വിരട്ടി ഓടിക്കുവാൻ ശ്രമിക്കുകയും ഒടുവിൽ മുടിമുറിച്ചു വരെ അവർ പ്രതിഷേധിച്ചപ്പോഴും മുഖം തിരിച്ചു നടക്കുകയും ഒക്കെ ചെയ്തത് ആശാവർക്കർമാർക്കിടയിൽ മാത്രമല്ല, നിലവിൽ സർക്കാരിനെതിരായുള്ള ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആക്കം കൂട്ടുന്ന മറ്റൊരു കാരണം കൂടിയായി അത് മാറാനും സാധ്യത ഏറെയാണ്. ഇങ്ങനെ കോൺഗ്രസിന് എല്ലാം കൊണ്ടും ഗുണകരമായ ഒരു കാര്യമാണ് ആശാവർക്കർമാരുടെ സമരം. ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസിനെ കാര്യമായ രീതിയിൽ തന്നെ അവർ പരിഗണിക്കുകയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക നിയമസഭകളിലും കാര്യമായ രീതിയിൽ വോട്ട് വർധനവിൻ്റെ പ്രധാന കാരണമായി ആശാവർക്കർമാരുടെ ഒപ്പം നിന്ന കാര്യം കാരണമായി മാറും എന്നുള്ളതും ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, അതും തൊഴിലാളി വർഗത്തിൻ്റെ ഒപ്പം നിൽക്കേണ്ട കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്, INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ R ചന്ദ്രശേഖരൻ, അദ്ദേഹം ഇപ്പോൾ പാർട്ടി നയങ്ങൾക്ക്, പാർട്ടി തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി ആശാവർക്കർമാരുടെ കണ്ണിലെ കരടായി മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുവാനുള്ള തീരുമാനത്തിലേക്ക് ചലിക്കുകയാണ് KPCC അധ്യക്ഷനായ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീഷനും അടക്കമുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന നിര എന്ന സൂചനയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുമായി ഇടപെട്ട് മുൻപോട്ട് പോകുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കോൺഗ്രസിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും കേരള ജനത നൽകുമെന്ന ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിക്ക് വിരുദ്ധമായി കോൺഗ്രസ് പറയാത്ത കാര്യം, കോൺഗ്രസിന്റെ തീരുമാനങ്ങൾക്ക് വ്യത്യസ്തകരമായ ഒരു കാര്യം R ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു വിവാദത്തെ തുടർന്നാണ് അദ്ദേഹത്തെ പുറത്താക്കുവാനുള്ള നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നത്. ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ള സമരത്തിന്റെ സമരസമിതി നേതാക്കന്മാരുമായി 3-ാം തവണ നടത്തിയ ചർച്ചയിൽ വഞ്ചനാപരമായ നിലപാടാണ് INTUC അടക്കമുള്ള 4 പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനകൾ കാണിച്ചത് എന്ന വിവാദപരമായ ഒരു ആരോപണം ഇപ്പോൾ ആശാവർക്കർമാർ ഉയർത്തിയിരിക്കുകയാണ്. അതിൽ കോൺഗ്രസിന്റെ നിലപാടല്ലാത്ത, കോൺഗ്രസിന്റെ ശൈലിയല്ലാത്ത, രീതിയല്ലാത്ത ഒരു കാര്യം R ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നു എന്ന ആരോപണത്തിനാണ് പ്രാധാന്യമേറെ ആയി വന്നിട്ടുള്ളത്. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന നിലപാട് കോൺഗ്രസിൽ ഇല്ല എന്നുള്ള തരത്തിൽ ഒരു വിവാദപരമായ പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെതല്ലാത്ത നിലപാട് അറിയിച്ച അദ്ദേഹത്തെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന്, INTUCയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് പുറത്താക്കണം എന്ന വലിയൊരു വികാരപരമായ ആവശ്യമാണ് കോൺഗ്രസ് അണികളും പ്രവർത്തകരും സംസ്ഥാന നേതൃത്വത്തിന് മുൻപിൽ വെച്ചിട്ടുള്ളത്. അത് KPCC അധ്യക്ഷനായ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീഷനും കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കുവാനുള്ള ചർച്ചകൾ സജീവമായി ആരംഭിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. തങ്ങളെ ദ്രോഹിച്ച ആ 4 സംഘടനകളിൽ INTUC ഉണ്ട് എന്നുള്ളത് തങ്ങളെ സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് സമരസമിതി നേതാക്കന്മാർ പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുവാൻ കോൺഗ്രസിന് സാധിക്കില്ല. ഇനി മറ്റൊരു കാര്യം, ആശാവർക്കർമാർക്കുള്ള ഓണറേറിയത്തിൽ മുഖം തിരിച്ചു നിന്ന INTUC സംസ്ഥാന അധ്യക്ഷൻ ഈ സമരസമിതിക്ക് ഒരു പഠന സമിതി കൂടി വേണം എന്നുള്ള തരത്തിലേക്കുള്ള ഒരു ആവശ്യം കൂടി ഉന്നയിച്ചു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഈ 4 സംഘടനകളും ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത് മുൻധാരണയോട് കൂടിയാണ് എന്നൊരു ആരോപണം കൂടി അവർ ഉയർത്തുമ്പോൾ ആ മുൻധാരണ എന്തെന്നാൽ സർക്കാരുമായുള്ള ഗൂഢാലോചനയെ തുടർന്ന് സർക്കാരിനെ പിൻപറ്റിക്കൊണ്ട് സർക്കാരിൽ നിന്ന് മറ്റേതെങ്കിലും തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുവാൻ വേണ്ടി തങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തങ്ങളുടെ സമരത്തെ നിർവീര്യമാക്കി തങ്ങളെ കള്ളം പറഞ്ഞ് കബളിപ്പിച്ച് പറഞ്ഞുവിടുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടാണ് INTUC അടക്കമുള്ള 4 സംഘടനയുടെ നേതാക്കന്മാർ ചർച്ചയ്ക്കെത്തിയത് എന്ന വാദത്തിന് കൂടുതൽ ശക്തി ഏറിയിരിക്കുകയാണ്. ഇനി സംഘടനാ നേതാക്കന്മാർ എന്ത് തന്നെ പറഞ്ഞാലും ആശാവർക്കർമാർ കഴിഞ്ഞ 50 ദിവസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തുന്ന ഈ സമരത്തിൽ തങ്ങളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും ആ നിലപാടിൽ നിന്ന് ചലിക്കാതെ അങ്ങനെ തന്നെ ഒരു വൻമരം പോലെ നിൽക്കുവാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ തീരുമാനമെന്ന് കൂടി അവർ അറിയിച്ചപ്പോൾ അത് കോൺഗ്രസിന് ഏറെ സങ്കടവും കോൺഗ്രസിന് ഏറെ തിരിച്ചടിയുമായി മാറിയിട്ടുണ്ട്. കാരണം സമരത്തിൻ്റെ ആദ്യഘട്ടം മുതൽ സർക്കാരിനെതിരായുള്ള എല്ലാ വിഷയങ്ങളും സഭയ്ക്കുള്ളിലും പുറത്തും വലിയ ആർജവത്തോടു കൂടി പറയുന്ന പ്രതിപക്ഷ നേതാവ് VD സതീഷനും KPCC അധ്യക്ഷനായ K സുധാകരനും മറുപടികളില്ലാത്തൊരു ചോദ്യമായി മാറിയിരിക്കുകയാണ് ആശാവർക്കർമാർ ഉയർത്തിയ ഈ ചോദ്യങ്ങൾ ഓരോന്നും. എന്തായാലും
INTUCയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരന്റെ ഈ നിലപാടും അഭിപ്രായവുമെല്ലാം കാര്യമായി തന്നെ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ പുറത്താക്കുമെന്നുള്ള സൂചനകൾ പലതും അവർ തന്നിട്ടുമുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണണം. കോൺഗ്രസ് ആദ്യ അവസാനം വരെ കൈപിടിച്ച് കൂടെ കൊണ്ടു നടന്ന ആശാവർക്കർമാരെ ആ ആശാവർക്കർമാരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ പുറത്താക്കുമോ ഇല്ലയോ എന്നറിയാൻ.